12 ദിവസം നീണ്ട ഇറാൻ ഇസ്രയേൽ ഏറ്റുമുട്ടലിന് അവസാനം വെടിനിർത്തൽ അംഗീകരിച്ച് ഇസ്രയേലും ഇറാനും വെടിനിർത്തലിന് ധാരണയായെന്നും 24 മണിക്കൂറിൽ യുദ്ധം അവസാനിപ്പിക്കുമെന്നും ലോകത്തെ അറിയിച്ചത് ഡൊണാൾഡ് ട്രംപ്. ലക്ഷ്യം നേടിയതിനാൽ ആക്രമണം അവസാനിപ്പിക്കുന്നുവെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഇസ്രയേൽ വ്യോമപാത തുറന്നു. ഖത്തറിലെ US സൈനിക കേന്ദ്രത്തിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ താറുമാറായി വ്യോമഗതാഗതം. വിമാനത്താവളങ്ങളിൽ കുടുങ്ങി ആയിരങ്ങൾ. കേരളത്തിൽ നിന്നടക്കം നിരവധി അന്താരാഷ്ട്ര സർവീസുകൾ മുടങ്ങി. അടച്ച വ്യോമപാത പുലർച്ചെയോടെ തുറന്ന് ഖത്തർ. വിമാന കമ്പനികൾ സർവീസുകൾ പുനരാരംഭിച്ചു തുടങ്ങി. കോഴിക്കോട് ബേപ്പൂരിൽ യുവാവ് പോലീസിന്റെ മർദ്ദനത്തിനിരയായെന്ന് പരാതി. മർദ്ദനമേറ്റത് ബേപ്പൂർ സ്വദേശി അനന്തുവിന്. ശരീരത്തിൽ ലാത്തിയടിയേറ്റതിന് സമാനമായ പാടുകൾ. പരിക്കേറ്റ അനന്തു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ. അനന്തുവിനും സുഹൃത്തിനുമെതിരെ കഞ്ചാവ് വലിച്ചതിന് കേസെടുത്ത പോലീസ്. അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയ്ക്ക് വിട നൽകാൻ ഒരുങ്ങി നാട്. പൊതുദർശനം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ മൃതദേഹം ഏറ്റുവാങ്ങി മന്ത്രി ബി ശിവൻകുട്ടി. സംസ്കാരം വൈകിട്ട് വീട്ടുവളപ്പിൽ. मैं जब समाज के शोषित वंचित वर्ग के लिए बड़े निर्णय लेता हूं तो मैं गुरुदेव को जरूर याद करता हूं. ഗാന്ധി ശ്രീനാരായണ ഗുരു കൂടിക്കാഴ്ചയുടെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കം. ഡൽഹിയിൽ പരിപാടി ഉദ്ഘാടനം ചെയ്ത പ്രധാനമന്ത്രി സബ്കാ സാത്ത് സബ്കാ വികാസ് ആശയത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ ചിന്തകളും പ്രസക്തം. നവഭാരതത്തിന്റെ അടിത്തറ ഗുരുദർശനമെന്ന് പ്രധാനമന്ത്രി. കാത്തിരിപ്പിനൊടുവിൽ ആക്സിയം 4 ദൗത്യം നാളെ. വിക്ഷേപണം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 12 മണിക്ക്. 26-ന് വൈകിട്ട് 4:30-യോടെ ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ്. മെയ് 29-ന് നടക്കേണ്ടിയിരുന്ന ദൗത്യം മാറ്റിവെച്ചത് 6 തവണ. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ആവേശകരമായ അന്ത്യത്തിലേക്ക്. 371 റൺസ് വിജയലക്ഷ്യമുയർത്തി ഇന്ത്യ. 4ാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിന് 21 റൺസ്. ക്രീസിൽ ഓപ്പണർമാരായ സാക് ക്രോളിയും ബെൻ ഡക്കറ്റും. പേസർമാരിൽ പ്രതീക്ഷയർപ്പിച്ച് ഇന്ത്യൻ ടീം.